ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഈ മനോഹരമായ എസ്പെറൻസയുടെ വേദിയിൽ ഉമറുല്ലാഹിനെ കുറിച്ച് ഒരു കൊച്ചു കഥയുമായിട്ടാണ് ഞാൻ വന്നത്. ഒരിക്കൽ ഉമറുല്ലാഹു പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇറങ്ങിപ്പോയി. കാര്യം എന്തെന്ന് അന്വേഷിക്കാൻ ത്വൽഹാർല്ലാഹു ഉമറുല്ലാഹിനെ അറിയാതെ പിറകിൽ പോയി. അപ്പോൾ ഉമറുല്ലാഹു ഒരു വീടിൽ കയറി. കുറച്ചു സമയത്തിന് ശേഷം ആ വീടിൽ നിന്ന് പുറത്തിറങ്ങി. ശേഷം ത്വൽഹാർല്ലാഹു ആ വീടിന്റെ അകത്തേക്ക് കയറി. അപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് ഒരു വൃദ്ധയായ ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീക്ക് കാഴ്ച കാണുന്നുണ്ടായിരുന്നില്ല. ആ സ്ത്രീയോട് ത്വൽഹാർല്ലാഹു ചോദിച്ചു, "ഓ ഉമ്മ, ഇപ്പോൾ വന്നത് ആരാണെന്ന് അറിയാമോ?" അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, "അറിയില്ല, ആരാണെന്നറിയില്ല. പക്ഷേ എല്ലാ ദിവസവും വരും. കൈക്കാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത എനിക്ക് വായിൽ ഭക്ഷണം വെച്ച് തരും. കഫവും എന്റെ വിസർജനം പോലും അദ്ദേഹം തുടച്ചു തരും. സങ്കടം വരുമ്പോൾ ഉണ്ടാകുന്ന കണ്ണുനീർ അദ്ദേഹം തുടച്ചു തരും. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്." അപ്പോൾ ത്വൽഹാർല്ലാഹു വീണ്ടും ചോദിച്ചു, "അദ്ദേഹം ആരാണെന്ന് അറിയാമോ?" "ഇല്ല, അദ്ദേഹം ആരാണെന്ന് അറിയണോ?" എന്ന് ത്വൽഹാർല്ലാഹു അവിടെ നിന്ന് ചോദിച്ചപ്പോൾ, "അതേ മോനെ, എനിക്ക് അദ്ദേഹം ആരാണെന്ന് അറിയണം" എന്ന് ആ ഉമ്മ പറഞ്ഞു. അപ്പോൾ ത്വൽഹാർല്ലാഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും വരുന്നത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഈ നാടിന്റെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമറാണ് ഉമ്മ നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും വരുന്നതും നിങ്ങളുടെ പാദസേവ ചെയ്യുന്നതും." ഇതറിഞ്ഞപ്പോൾ ഉമ്മ അത്ഭുതപ്പെട്ടു പോയി. ആരാരുമില്ലാത്ത പരിസര പ്രദേശത്ത് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്ത എന്റെ കാര്യങ്ങൾ നിറവേറ്റാൻ ഒരു ഭരണാധികാരിയല്ലോ വേണ്ടി വന്നതെന്നറിഞ്ഞപ്പോൾ ആ ഉമ്മയുടെ കവിളിൽ അറിയാതെ കവിളിലൂടെ ഉപ്പുവെള്ളം ചൊലിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ജാഹിലിയായ കാലത്ത് ഉക്കാദ ചന്തയിൽ പോയി 500 ദീനാർ ചോദിച്ച് കൊടുക്കാത്തതിന്റെ പേരിൽ കാരുണ്യമേ നോട്ടവും ഇല്ലാതെ ഒരു വ്യക്തി അറുത്തുമാറ്റുകയും അദ്ദേഹത്തിന്റെ ചെറുവിരൽ അരിഞ്ഞെടുത്തു കഴുത്തിൽ തൂക്കി ഉക്കാദ ചന്തയിലൂടെ നടക്കുമ്പോൾ ഉമറിനെ കാണുന്നവരെല്ലാം ഒളിച്ചിരിക്കേണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഉമറുല്ലാഹു പരിവർത്തനപ്പെട്ടത് ഖുർആനിന്റെ മാധുര്യം കാതിലൂടെ കേട്ട് ഹൃദയത്തിൽ അലിഞ്ഞുകൊണ്ട് മാത്രമാണ്. ഈ ലോകത്തുള്ള എല്ലാ ഭരണാധികാരികൾക്കും ഉമറുല്ലാഹുവിന്റെ ജീവിതവും ഭരണവും മാതൃകയാണ്. ഇത്രയും പറഞ്ഞ് എന്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.